സമസ്ത ഐക്യ ചർച്ചകൾ സജീവമാക്കി കാന്തപുരം. ഇരു സമസ്തകളും ഒന്നു ചേരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഒരു ഘട്ടത്തിൽ സ്തംഭിച്ചുപോയ ഐക്യ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും സമസ്ത സ്ഥാപക ദിനത്തിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. വിശ്വാസികളുടെ പിന്തുണയാണ് പ്രസ്ഥാനത്തിന്റെ ശക്തിയെന്നായിരുന്നു ഇ.കെ. വിഭാഗം അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞതാണ് ഐക്യ ചർച്ചകൾ വീണ്ടും സജീവമാകാൻ കാരണം. ഒരേ പേരിൽ രണ്ട് സംഘടന പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും യോജിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഒരു ഘട്ടത്തിൽ രണ്ടായി പിളർന്ന ഇരു സമസ്തകളും ഒരുമിക്കേണ്ടത് അനിവാര്യമായ ഒന്നാണ്. യോജിപ്പിനെ കുറിച്ച് പലകുറി ചർച്ചകൾ നടന്നു, പക്ഷേ മുന്നോട്ട് പോയില്ല. അത് ഏതാണ്ട് ചില ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നു, പിന്നെ അത് സ്തംഭിച്ചു പോയതാണ്. ഈ ഇൻഷാല്ലാ ആരംഭിച്ചാൽ ഞങ്ങൾ അതിന് എപ്പോഴും തയ്യാറാണ്. ഞങ്ങൾ തമ്മിൽ വേറെ വൈരാഗ്യമോ വേറെ എതിർപ്പുകളോ ഒന്നുമില്ല. മുമ്പ് ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായി ഇരുചേരിയിലായിരുന്ന ഇരു കൂട്ടരും ഇപ്പോൾ അങ്ങനെയല്ല. പരമ്പരാഗതമായി സമസ്ത ലീഗിനൊപ്പവും കാന്തപുരം വിഭാഗം LDF-നൊപ്പവുമായിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സമവാക്യങ്ങൾക്ക് പല മാറ്റങ്ങളും ഉണ്ടായി. പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നവരെ തിരിച്ചും സഹായിക്കുക എന്ന നിലപാടിലേക്ക് ഇരു കൂട്ടരും എത്തുകയാണ്. ഈ സാഹചര്യത്തിൽ കാന്തപുരത്തിന്റെ ഐക്യാഹ്വാനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ഐക്യം യാഥാർത്ഥ്യമായാൽ മലബാറിലെ രാഷ്ട്രീയ ചിത്രം മറ്റൊന്നായി മാറും. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാന്തപുരം വിഭാഗം പണ്ഡിത സമ്മേളനവും ഇ.കെ. വിഭാഗം നേതൃസംഗമവും നടത്തും. എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ വിശുദ്ധിയും അതിൻ്റെ നിലപാടുകളും അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഒക്കെ സാധിച്ചത്. ദീപ്തീഷ് കൃഷ്ണ, മനോരമ ന്യൂസ്, കോഴിക്കോട്.